الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إذا قيل لكم تفسحوا في المجالس فافسحوا يفسح الله لكم وإذا قيل انشزوا فانشزوا يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات والله بما تعملون خبير. സത്യ വിശ്വാസിനികളെ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിന്റെ എല്ലാ മേഖലയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ദുആ ചെയ്യാൻ പ്രത്യേകമായി പറഞ്ഞേൽപ്പിച്ച ധാരാളം സഹോദരങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗികൾക്ക് അല്ലാഹു ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഏതു സമയത്ത് എപ്പോൾ എവിടെ വെച്ച് മരിക്കേണ്ടി വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചുകൊണ്ട് ഈമാനോടെ മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സൂറത്തുൽ മുജാദലയിലെ 11ാമത്തെ വചനമാണ് ഓതിവെച്ചത്. അറിവിന്റെ മഹത്വമാണ് ആ ആയത്തിൽ പരാമർശിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗം. ഏറെ മഹത്വമുള്ള കാര്യമാണ് അറിവ് എന്നതുകൊണ്ട് തന്നെ ഖിയാമത്തിലേക്ക് അടുക്കുന്തോറും അറിവ് കുറഞ്ഞു വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഹ്യു പ്രകാരം നമ്മെ പഠിപ്പിച്ചത് ധാരാളം ഹദീസുകളിൽ കാണാൻ കഴിയും. നബി തങ്ങൾ പറഞ്ഞു,
ഇന്ന ബൈന യദഇ സ്സാഅതി ലഅയ്യാമൻ യൻസിലു ഫീഹാ അൽ ജഹ്ലു വയുർഫഉ ഫീഹാ അൽ ഇൽമു. തീർച്ചയായും ഖിയാമത്തിന് മുന്നോടിയായി ചില നാളുകൾ വരാനുണ്ട്, ഒരു കാലഘട്ടം വരാനുണ്ട് എന്നർത്ഥം. അന്ന് ജഹ്ൽ വ്യാപകമായി അവതരിക്കും, അറിവ് ഉയർത്തപ്പെടുകയും ചെയ്യും. വയക്സുറു ഫീഹ അൽ ഹറജ്, കൊലപാതകങ്ങൾ അന്ന് വ്യാപകമായി വർദ്ധിച്ചു വരികയും ചെയ്യുമെന്നാണ്. സമാനമായി ധാരാളം ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. മറ്റു ഹദീസ് നബിതങ്ങൾ പറഞ്ഞു, ഇന്ന മിന അശ്റാത്തി സ്സാഅ, തീർച്ചയായും ഖിയാമത്തിന് അടയാളങ്ങളിൽ പെട്ടതാണ് അയ്യുർഫഅൽ ഇൽമു വയസ്ബുതൽ ജഹ്ലു, അറിവ് ഉയർത്തപ്പെടുക എന്നതും അറിവില്ലായ്മ സ്ഥിരപ്പെടുകയും ചെയ്യുക എന്നത് ഖിയാമത്തിന് അടയാളമാണ് എന്ന് മറ്റൊരു ഹദീസിൽ പഠിപ്പിക്കപ്പെടുന്നു. അറിവ് ഉയർത്തപ്പെടുക എന്ന് പറഞ്ഞാൽ നബിതങ്ങൾ തന്നെ വിശദീകരിച്ചു, അല്ലാഹു തആല അറിവിനെ ഉയർത്തുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആളുകളെ മനസ്സിൽ നിന്ന് ഉള്ള അറിവിനെ മായ്ച്ചു കളയലല്ല. പഠിച്ച ആളുകൾ, അറിവുള്ള ആളുകൾ, അവരെ ഖൽബിൽ നിന്ന് ആ ഇൽമൊക്കെ മാഞ്ഞു പോവുക എന്നല്ല അതിനർത്ഥം. ബൽ ബിഖബ്ലിൽ ഉലമാഇ, അറിവുള്ള ആളുകൾ മരിച്ചു തീരുക വഴിയാണ് അറിവില്ലാതായി മാറുക എന്നാണ്. പണ്ഡിതന്മാർ മരിച്ചു പോവുക, അറിവുള്ള ആളുകൾ മരിച്ചു പോവുക, അറിവില്ലാത്തവർ ബാക്കിയാവുക, ആ സ്ഥാനത്തേക്ക് പിന്നീട് വരാവുന്ന പകരം നിൽക്കാവുന്ന ആളുകൾ ഇല്ലാതിരിക്കുക, ഇത് ഖിയാമത്തിന്റെ അടയാളമാണ് എന്നാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസ് ഉദ്ധരിക്കുമ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് അതിന് വ്യാഖ്യാനം നൽകുന്നു. അറിവ് പഠിക്കുന്നതിന്റെ ആവശ്യകതയാണ് ഇമാം ബുഖാരി ഇതിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് എന്നാണ്. അറിവുള്ള ആളുകൾ മരിച്ചു തീരും, അതുവഴി പിന്നീട് അറിവില്ലാത്ത ജാഹിലീങ്ങളായ ആളുകളാണ് അവശേഷിക്കുക. നബിതങ്ങൾ തന്നെ പറഞ്ഞു, ഹത്താ ഇദാ ലം യബ്ഖ ആലിമുൻ ഇത്തഖദ അന്നാസു റൂസൻ ജുഹാല, അറിവുള്ള ഒരാളും ബാക്കിയില്ലാത്ത സാഹചര്യമുണ്ടാകുമ്പോൾ ആളുകൾ ജാഹിലീങ്ങളെ പിടിച്ച് നേതാക്കന്മാരാക്കി മാറ്റും. ഫസുഇലു, അവരോട് ആളുകൾ പോയി എല്ലാം ചോദിക്കും. ഫഅഫ്തൗ ബിഗൈരി ഇൽമിൻ, യാതൊരു അറിവുമില്ലാതെ അവർ ഫത്വകൾ നൽകും. ഫളല്ലു വഅളല്ലു, അതുവഴി അവർ പിഴച്ചു പോകും. വഅളല്ലു, മറ്റുള്ളവരെ അവർ പിഴപ്പിക്കുകയും ചെയ്യുമെന്നാണ്. അറിവെന്ന പേരിൽ പ്രചരിപ്പിക്കപ്പെടുന്ന പലതും അറിവല്ലെന്ന് മാത്രമല്ല, പലതും ശുദ്ധമായ അബദ്ധങ്ങളാണ്, ജഹലാണ്, ജഹാലത്താണ് എന്നുള്ളത് പലപ്പോഴും അറിയാതെ പോവുകയാണ്. ആധുനിക വ്യാഖ്യാതാക്കളിൽ പലരുമായ യാഥാർത്ഥ്യത്തെ പ്രത്യേകമായി സൂചിപ്പിച്ച് നമുക്ക് കാണാൻ കഴിയും. മാത്രവുമല്ല, ഇത് നബിയുടെ നുബുവ്വത്തിന്റെ അടയാളമായി കൊണ്ടുകൂടി ഈ ഹദീസിലെ പണ്ഡിതന്മാർ എണ്ണിപ്പത് ഹാദാമിൻ അലാമാത്തിൻ നുബുവ്വ എന്നാണ്. നബിതങ്ങൾ നബിയാണ് എന്നതിനുള്ള ഒരുപാട് അടയാളങ്ങൾ, അതിൽപ്പെട്ട ഒരു അടയാളമാണ് ഈ ഹദീസ്. കാരണം ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യം നബിതങ്ങൾ പറഞ്ഞു, അത് അങ്ങനെ തന്നെ പിന്നീട് നടക്കുകയും ചെയ്തുവെന്നാണ്. ഈ അടയാളം നേരത്തെ പ്രത്യക്ഷപ്പെട്ട് തുടങ്ങുകയും നാളും ഏറുന്തോറും അത് കൂടിക്കൂടി വരികയും ചെയ്യുന്ന അടയാളങ്ങൾപ്പെട്ട 3 തരം അടയാളമാണ് ഖിയാമത്തുണ്ടാവുക. ഒന്ന് വലിയ വലിയ അടയാളങ്ങൾ, ഖിയാമത്തിന് തൊട്ടു മുമ്പായി സംഭവിക്കുന്ന വലിയ അടയാളങ്ങൾ, സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കൽ പോലെയുള്ള വലിയ എല്ലാവർക്കും ബോധ്യമാകുന്ന രൂപത്തിലുള്ള അലാമാത്തുൽ കുബ്ര, വലിയ അടയാളങ്ങൾ. മറ്റൊരു ചെറിയ അടയാളങ്ങൾ, സ്വഭാവങ്ങളിൽ, സംസ്കാരങ്ങളിൽ എല്ലാം വരുന്ന മാറ്റങ്ങളെ കുറിച്ചൊക്കെ പരാമർശിക്കുന്ന കാര്യങ്ങൾ, അതൊക്കെ ചെറിയ അടയാളങ്ങളായി എണ്ണപ്പെടുന്നു. എന്നാൽ ചില അടയാളങ്ങൾ നേരത്തെ ആരംഭിച്ചു, കാലം മുന്നോട്ട് പോകുന്തോറും അത് കൂടി വന്ന് അവസാനം അതിന്റെ പാരമ്യത്തിലെത്തുന്ന അടയാളങ്ങൾ, മുത്തവസ്സിത്തായ അടയാളങ്ങൾ, അതിലാണ് പണ്ഡിതന്മാർ ഈ അടയാളത്തെ എണ്ണിയത്. മഹാപണ്ഡിതന്മാർ ആദ്യ നൂറ്റാണ്ടുകളിൽ ഉണ്ടായി. നബിതങ്ങൾ പഠിപ്പിച്ച പോലെ തന്നെ ആദ്യ തലമുറകളാണ് ഏറ്റവും ഖൈറായ തലമുറ എന്നാണല്ലോ. ഖൈറുൻ നാസി ഖർനി
സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഏറ്റവും ഖൈറായ ജനങ്ങൾ എന്റെ തലമുറയിലുള്ളവരാണ്, പിന്നെ അടുത്ത തലമുറയാണ്, പിന്നെ അടുത്ത തലമുറയാണ്. ശേഷം നബി തങ്ങൾ പറഞ്ഞു, അതിനുശേഷം കളവ് വ്യാപകമായി വന്നുകൊണ്ടിരിക്കും, നാട്യങ്ങൾ, ജാടകൾ അന്ന് വ്യാപകമായി വരുമെന്നാണ് നബി തങ്ങൾ പ്രത്യേകമായി പറഞ്ഞത്. സിമൻ എന്നാണ് പ്രവാചകൻ ഉപയോഗിച്ചത്. സ്വയം വണ്ണം വെക്കുന്ന, ഞാൻ വലിയ ആളാണ് എന്നും തോന്നിപ്പിക്കുന്ന സ്വഭാവങ്ങൾ അത് പിന്നീട് വ്യാപകമായി വരും. ആളുകൾ സത്യം ചെയ്യും, പക്ഷെ ആ സത്യം അവർ പാലിക്കുകയില്ല. വാഗ്ദാനങ്ങൾ ചെയ്യും, പക്ഷെ ആ വാക്കവർ പാലിക്കുകയില്ല. ആ തലത്തിലേക്ക് പിന്നീട് കാലഘട്ടം മാറിപ്പോകുമെന്ന് തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇന്നത്തെ കാലത്തെ സാഹചര്യം വെച്ചുകൊണ്ട് ഹമദ് തുവൈജരി അദ്ദേഹം പറയുന്നു, ഈ ഹദീസ് ഇത് കൃത്യമായി ഇന്ന് അതേപടി യാഥാർത്ഥ്യമായിരിക്കുകയാണ്. കാരണം അമ്മൽ ഇൽമുൽ മൗറൂസു അനിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഅസ്ഹാബിഹി വതാബിഈഹിം, നബിയിൽ നിന്ന് സ്വഹാബത്തിൽ നിന്ന് താബിഈകളൊക്കെ താവഴിയായി കിട്ടിയ ശരിയായ ഇൽമ എന്നുള്ളത്, ആ ഇൽമ ഇന്ന് ആളുകൾക്ക് ആവശ്യമില്ലാതായി മാറിയിരിക്കുന്നു. അതൊക്കെ ആളുകൾ ഫഖദ് ഹജറഹു അൽ അക്സറൂൻ, മഹാഭൂരിപക്ഷം ആളുകളും അത് കൈയൊഴിയുകയാണ്. ആളുകൾക്ക് ഇന്ന് അറിവ് എന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല. വിശുദ്ധ ഖുർആൻ ആയത്തുകൾ അത് അറിവിന്റെ സ്രോതസ്സായി കണക്കാക്കുന്നില്ല, ഹദീസുകളെ അറിവിന്റെ സ്രോതസ്സായി കണക്കാക്കുന്നില്ല. മുൻഗാമികൾ അങ്ങനെയല്ല. അൽ ഇൽമു മാ ഖാലല്ലാഹ് വമാ ഖാല റസൂലുള്ളാഹ്. ഇൽമെന്ന് പറഞ്ഞാൽ അല്ലാഹ് പറഞ്ഞു, റസൂല് പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് അറിവ്. വഹയാണ് അറിവിന്റെ സ്രോതസ്. അല്ലാഹും റസൂലും പഠിപ്പിച്ചതിൽ നിന്നാണ് ബാക്കി മുഴുവൻ അറിവുകളും ഉണ്ടാകുന്നത്. അതുകൊണ്ട് അറിവെന്നത് വഹയാണ്, കിതാബും സുന്നത്തുമാണ്. എന്നാൽ ഇന്നത്തെ കാലത്ത് ആ അറിവിനെ ഫഖദ് ഹജറഹു കസീറും മിനൻ നാസ്, അധികം ആളുകളും ആ അറിവിനെ ഇന്ന് കൈയൊഴിഞ്ഞിരിക്കുന്നു, അത് ഒഴിവാക്കിയിരിക്കുന്നുവെന്നാണ്. അത് അറിവായി കണക്കാക്കുന്നില്ല. പകരം ആ സ്ഥാനത്ത് മറ്റു പലതുമാണ് ഇന്ന് വരുന്നത്. വഖദ് ഇൻസറഫത് ഹിമമുൽ അക്സരീന ഇലാ സുഹുഫി വൽ മജല്ലാത്തി. ഒരുപാട് പത്രങ്ങളും ഒരുപാട് മാസികകളും വ്യത്യസ്തമായ പ്രസിദ്ധീകരണങ്ങളും അതാണിന്ന് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്ന. അവയിലാകട്ടെ അറിവൊന്നുമില്ല. അറിവല്ല പലതിലുമുള്ളത് എന്ന് മാത്രമല്ല, പലതിലുമുള്ളത് വഴികേടാണ്, അവിവേകമാണ്, അബദ്ധങ്ങളാണ്, ജഹാലത്താണ് എന്നാൽ പക്ഷെ വലിയ വലിയ പേരുകൾ നൽകുകയും അതൊക്കെ ആളുകൾക്ക് വ്യാപകമായും പ്രചരിപ്പിക്കുകയും അവരുള്ളതാവട്ടെ മിക്കവാറും അതിലുള്ളത് അൽ ജഹ്ലു സിർഫു, കേവലം ജഹാലത്ത് മാത്രമായിരിക്കും അതിലുണ്ടാവുക. അത് ആളുകൾ ഏറ്റെടുക്കുന്നു, അത് വ്യാപകമായി പ്രചരിപ്പിക്കുന്നു. ആഴ്ചകൾ തോറും മാസങ്ങൾ തോറും ഒക്കെയായി ആളുകൾ മുടങ്ങാതെ അത് വാങ്ങുകയും വായിക്കുകയും ചെയ്ത് അത് അവസാന വാക്കായി അവർ കണക്കാക്കുന്നു. അല്ലാഹു തആല പറഞ്ഞുവെന്ന് റസൂലുള്ളാഹി പറഞ്ഞുവെന്ന് പറഞ്ഞാൽ അത് അവരെ സംബന്ധിച്ച് വലിയ കാര്യമൊന്നുമില്ല. അതൊക്കെ അവർ കൈയൊഴിയുകയാണ്, ഹക്കിനെ മാറ്റിമറിക്കുകയും അങ്ങനെ ഇത്തരം ജഹാലത്തുകളെ വ്യാപകമായി വരികയും ചെയ്യുന്നു. എന്നു മാത്രമല്ല, ഇൽമു പഠിച്ച ശരീഅത്ത് ആയത്തിൽ പഠിച്ച ആളുകളെ പരിഹസിക്കുകയും അവരൊക്കെ കാലം തിരിയാത്തവരായും അവരൊക്കെ ഇക്കാലത്ത് പറ്റാത്തവരായും മോശക്കാരായും അവരെക്കുറിച്ച് പറഞ്ഞു പ്രചരിപ്പിച്ചുകൊണ്ട് പോലും ആളുകൾ അറിവിൽ നിന്ന് പുറംതിരിഞ്ഞു നിൽക്കുന്ന സാഹചര്യമുണ്ട് എന്നാണ്. അതെല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്, ഇക്കാലത്ത് വ്യാപകമാണ് എന്നർത്ഥം. ഖിയാമത്തിന്റെ അടയാളമായി പഠിപ്പിക്കപ്പെട്ട കാര്യമാണ് അറിവില്ലാതായി മാറുക, ജഹാലത്ത് വ്യാപകമായി മാറുക, ജാഹിലീങ്ങൾ നേരേക്ക് വരിക, അവരാളുകൾ നേതാക്കളായി സ്വീകരിക്കുക, അവരെന്തു പറഞ്ഞാലും ദീനാണെന്ന പേരിൽ അതൊക്കെ സ്വീകരിച്ചു പോവുക. അവരോട് ആളുകൾ പോയി ദീന് ചോദിക്കുന്നു, ഒരു വിവരവുമില്ലാതെ തോന്നിയതുപോലെ മറുപടികൾ നൽകുന്നു. അവർ പിഴച്ചു പോകുന്നു, മറ്റുള്ളവർ പിഴക്കാനും അവർ കാരണക്കാരായി മാറുന്നുവെന്നാണ്. ഇവിടെ ഇൽമിന്റെയും ഉലമാഇന്റെയും പ്രാധാന്യം തിരിച്ചുകയും ആ വഴിയിൽ കുറച്ചുകൂടെയൊക്കെ നമ്മൾ പരിശ്രമിക്കുവാൻ, ദീനു പഠിക്കാനുള്ള ശ്രദ്ധയുണ്ടാകുവാൻ, ആ വഴിയിൽ ആളുകളുണ്ടാകണമെന്ന് തീരുമാനിക്കുവാനൊക്കെ നമുക്ക് കൂടുതൽ ബാധ്യതയുണ്ട് എന്നർത്ഥം. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി സൂചിപ്പിച്ച സൂചനതാണ് ഈ ഹദീസ് ഉദ്ധരിക്കുക വഴി, അത് ഹെഡിങ് നൽകുക വഴി അദ്ദേഹം സൂചിപ്പിച്ചത് അറിവ് പഠിക്കാൻ കൂടുതൽ പ്രചോദനമേകണമെന്നാണ്. അറിവുള്ളവർ ഇല്ലാതാകുമ്പോഴാണല്ലോ ഈ പറഞ്ഞത് യാഥാർത്ഥ്യമാകുന്നത്. എങ്കിൽ അവിടെ അതിന്റെ മറുവശം ഏതു കാലത്തും അറിവുള്ളവരെ ഉണ്ടാക്കിയെടുക്കാൻ, അറിവ് വ്യാപകമാക്കുവാൻ, ഇൽമ പ്രചരിപ്പിക്കുവാനുള്ള പ്രചോദനം നൽകേണ്ട ബാധ്യത സമൂഹത്തിനുണ്ട് എന്നർത്ഥം. ഓരോ നാടിലും വലിയ വലിയ ആളുകളുടെ മരണവാർത്ത കേൾക്കുന്നു. ഇന്നലെ മരണപ്പെട്ടു മദീനയിലെ പ്രഗത്ഭനായ പണ്ഡിതൻ,
92-ാമത്തെ വയസ്സിൽ മരിച്ച റബീ ഇബ്നു ഹാദി അൽ മദ്ഖലി റഹിമഹുല്ല പ്രഗത്ഭനായ പണ്ഡിതനാണ്. ധാരാളം ഗ്രന്ഥങ്ങൾ മുസ്ലിം ലോകത്ത് സംഭാവന ചെയ്തു. ഹദീസിലും ഹദീസ് നിദാന ശാസ്ത്രത്തിലും അതേപോലെ കർമ്മശാസ്ത്രത്തിലും അതിന് നിദാനശാസ്ത്രത്തിലുമെല്ലാം വലിയ അഗാധമായ ജ്ഞാനം നേടുകയും ഈ കാലഘട്ടത്തിൽ തന്നെ ഏറ്റവും മികച്ച ലോകാടിസ്ഥാനത്തിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന പണ്ഡിതന്മാരുടെ പേരുകൾ എണ്ണുമ്പോൾ അതിലൊരാളായി എണ്ണപ്പെടുകയും ചെയ്യുന്ന മഹാനായ പണ്ഡിതന്റെ വിയോഗം ഇന്നലെയാണ് നമ്മൾ ആ വാർത്ത കേട്ടത്. ജനലക്ഷങ്ങളാണ് ഇന്നലെ മദീനയിൽ ആ ജനാസ സംസ്കാരത്തിൽ പങ്കെടുത്ത. അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബൃഹത്തായ ധാരാളം ഗ്രന്ഥങ്ങൾ, വാല്യങ്ങളുള്ള ഒരുപാട് ഗ്രന്ഥങ്ങൾ മുസ്ലിം ലോകത്തിന് സംഭാവന ചെയ്തുകൊണ്ടാണ് അദ്ദേഹം തന്റെ ജീവിതം കഴിച്ചു കൂട്ടിയത്. വ്യത്യസ്തമായ വിജ്ഞാന ശാഖകളിൽ, വിശിഷ്യ ഹദീസിന്റെ മേഖലയിൽ, ഹദീസിന് നിദാന ശാസ്ത്രത്തിലും അദ്ദേഹത്തെ വെല്ലാൻ പറ്റുന്ന ഒരാൾ ഈ കാലഘട്ടത്തിലില്ല എന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെക്കുക. അത്രയേറെ ഹദീസ് വിജ്ഞാനീയങ്ങളിൽ അവഗാഹം നേടുകയും മക്കയിലും മദീനയിലുമായി ഹദീസുകൾക്ക് സേവനം ചെയ്യുകയും ഇരു ഹറമുകളിൽ അതേപോലെ അവിടെയുള്ള മറ്റു വൈജ്ഞാനിക സംവിധാനങ്ങളിൽ പഠിപ്പിക്കുന്ന, ദീനു പ്രചരിപ്പിക്കുന്ന, ഹദീസ് പഠിപ്പിക്കുന്ന അധ്യാപകരായി പണ്ഡിതരായി സേവനം ചെയ്യുകയും മദീനയിൽ മരിക്കണമെന്ന് എപ്പോഴും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്ന അദ്ദേഹം മദീനയിൽ വെച്ച് മരിക്കുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ് ഇന്നലെ. ആ നിലക്കുള്ള ആളുകളുടെ മരണം ചില ഓർമ്മപ്പെടുത്തലുകൾ നമുക്കുണ്ടാവേണ്ടതുണ്ട്. കേവലം ഒരു പണ്ഡിതൻ മരിച്ചുപോയി എന്ന് മാത്രമല്ല, ആ സ്ഥാനത്ത് പകരം ആളുകൾ ഉണ്ടാകണം. ദീനു പഠിക്കാൻ സംവിധാനങ്ങൾ ഉണ്ടാകണം. ദീനു പഠിപ്പിക്കാനുള്ള ശ്രദ്ധയും സംവിധാനവും ഉണ്ടാക്കിയെടുക്കണം. നമ്മുടെ മക്കളെ ആ വഴിയിലേക്ക് പറഞ്ഞയക്കണം. ആരൊക്കെ പഠിക്കാൻ മുന്നോട്ട് വരുന്നുവോ അവിടെയെല്ലാം അതിനുവേണ്ട പ്രചോദനമേകുവാൻ, അതിനുവേണ്ട സപ്പോർട്ട് നൽകുവാൻ നമുക്കാകണം. അങ്ങനെ നമുക്ക് ദീന് പ്രകാരം ജീവിക്കാനും സംശയങ്ങൾ ചോദിക്കാനും പറ്റാവുന്ന അറിവുള്ളവർ, യഥാർത്ഥ അറിവുള്ളവർ നാട്ടിലുണ്ടായി വരണം. കേവലം പണ്ഡിത വേഷം പേറി ഞാനൊരു ആര്യമാണ് എന്ന് സ്വയം നടിക്കുന്ന ആളുകളല്ല നമുക്ക് ആവശ്യം. അതിനപ്പുറത്ത് ആഴത്തിൽ മതം പഠിച്ച, കിതാബും സുന്നത്തും പഠിച്ച, ഹദീസുകൾ പഠിച്ച, ആഴത്തിൽ ദീനറിയുന്ന ആളുകൾ കാലഘട്ടത്തിൽ അനിവാര്യമാണ്. അത്തരം ആളുകൾ ലോകാടിസ്ഥാനത്തിൽ തന്നെ എണ്ണം ചുരുങ്ങി ഇല്ലെന്ന് പറയാവുന്ന അവസ്ഥയിലേക്ക് മാറുമ്പോൾ എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന പരിശ്രമങ്ങൾ ചെറിയ രൂപത്തിലാണെങ്കിലും ചെയ്യേണ്ട ബാധ്യത കൂടി നമുക്കുണ്ട് എന്നത് നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. നബിതങ്ങൾ പറഞ്ഞു, ഇദാ ഉസ്സിദൽ അംറു ഇലാ ഗൈരി അഹ്ലിഹി ഫന്തദിരിസ് സാഅ എന്നാണ്. ഇദാ ഉസ്സിദൽ അംറു ഇലാ ഗൈരി അഹ്ലിഹി, അർഹതയില്ലാത്ത ആളുകളിലേക്ക് കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെടുന്നത് നീ കണ്ടാൽ ഫന്തദിരിസ് സാഅ, നീ ഖിയാമത്തിനെ പ്രതീക്ഷിച്ചോ എന്നാണ്. അർഹതയുള്ളവനല്ല കൈകാര്യം ചെയ്യുന്നത്. ഏൽപ്പിക്കേണ്ട ആളുകളെയെല്ലാം ഏൽപ്പിക്കുന്നത് യാതൊരു അർഹതയുമില്ലാത്ത ആളുകൾക്കാണ്. ദീനിയായ നേതൃത്വങ്ങൾ, അറിവിന്റെ, അതേപോലെ ഖളാഇന്റെ, ഫത്വയുടെ എല്ലാം ഉത്തരവാദിത്തങ്ങൾ മുഫ്തിയാകുന്നത് ഒരു വിവരമില്ലാത്തവരാണ്. ഖാദിയാകുന്നത് ഒരു വിവരമില്ലാത്തവരാണ്. വലിയ വലിയ ആലിമീങ്ങളായി രംഗത്ത് വരുന്നത് കാര്യമായി ഒന്നും പഠിക്കാത്തവരാണ്. ഇലാ ഉസ്സിദൽ അംറു ഇലാ ഗൈരി അഹ്ലിഹി, അർഹതയില്ലാത്തവരിലേക്ക് കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഫന്തദിരിസ് സാഅ, ഈ ഖിയാമത്തിനെ പ്രതീക്ഷിച്ചോവെന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇബ്നുൽ സൈമീൻ റഹ്മഹുല്ലാ അദ്ദേഹം പറയുന്നു, ഇവിടെ കാര്യങ്ങളെ അതിന്റെ ആളുകൾ അല്ലാത്തവരിലേക്ക് ഏൽപ്പിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം ഇൻദ ഗലബത്തിൽ ജഹ്ലി വറഫ്ഇൽ ഇൽമി വദാലിക മിൻ ജുംലത്തിൽ അസ്റാത്ത്, അറിവില്ലാതായി പോവുക, അറിവില്ലായ്മ വ്യാപകമായി മാറുക എന്ന്. അറിവില്ലാത്ത ആളുകളെ ഈ അറിവുള്ളവർ കൈകാര്യം ചെയ്യേണ്ട മേഖലകളെ ഏൽപ്പിക്കുക എന്ന ഈ ഹദീസ്, ഇതാണ് അതിന്റെ പാഠം. വമുഖ്തദാഹു അന്നൽ ഇൽമ മദാമ ഖായിമൻ ഫഫിൽ അംരി ഫുസ്ഹ, അറിവ് എത്ര കാലം നിലനിൽക്കുന്നുവോ അത്രയും കാലം അത് സമാധാനമാണ്, അത് ആശ്വാസമാണ്. അതില്ലാതായി കഴിഞ്ഞാൽ ഫന്തദിരിസ് സാഅ, നീ ഖിയാമത്തിനെ പ്രതീക്ഷിച്ചുവെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകുന്ന ഉപദേശം. എന്നാൽ ഇതെല്ലാം ഗൗരവമായി കണ്ടുകൊണ്ട് ദീനിന്റെ സേവന വഴിയിൽ കുറച്ചുകൂടെ ക്രമസമയവും സമ്പത്തും ഊർജവുമെല്ലാം ചെലവഴിക്കാൻ നാം പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനു'മിനു ബിഹി വനതവക്കലു അലൈഹി. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد.
സഹോദരങ്ങളെ, സഹോദരിമാരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നേരത്തെ ഓതി വെച്ച സൂറത്ത് മുജാദയിലെ 11-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പഠിപ്പിക്കുന്നത് യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. വിശ്വാസമുള്ള ആളുകൾ, അറിവുമുള്ള ആളുകൾ, ഈമാനും ഇൽമുമുള്ള ആളുകൾ അവർ അല്ലാഹു തആല ദറജകൾ ഉയർത്തുമെന്നാണ്, പദവികൾ ഉയർത്തിക്കൊടുക്കും. ദീനിന്റെ വഴിയിലിറങ്ങിയാൽ, അറിവ് പഠിക്കാൻ ഇറങ്ങിയാൽ അവരെക്കാൾ മേലേക്ക് ആരും ഉണ്ടാവുകയില്ല. ദുനിയാവിലും അങ്ങനെ തന്നെയാണ്, ആഖിറത്തിലും അങ്ങനെ തന്നെയാണ് എന്നാണ്. പ്രഗത്ഭരായ ധാരാളം പണ്ഡിതന്മാരുടെ ചരിത്രം അതിന് സാക്ഷിയാണ്. അത്വാ ഇബ്നു അബീ റബാഹ് റഹിമഹുല്ലാഹ് കറുത്ത, കാണാൻ സൗന്ദര്യമില്ലാത്ത അടിമയായ മനുഷ്യനായിരുന്നു അത്വാ എന്നാണ്. അടിമയായിരുന്നു അദ്ദേഹം. ഒരു നിലയും വിലയും ഇല്ലാത്ത വിധം അടിമയായി ജീവിച്ചു. കാണാനാണെങ്കിൽ തീരെ സൗന്ദര്യമില്ല. അങ്ങനെയുള്ള അത്വാ പിന്നീട് പഠിച്ചു, വളർന്നു, വലിയ ആര്യമായി, മക്കയിലെ ഖാദിയായി. ഹജ്ജിന്റെ വേളകളിൽ അന്നത്തെ കാലത്ത് ഫത്വ നൽകാനുള്ള അർഹതയുള്ളവർ അത്വാ മാത്രമാണ് എന്ന് അന്നത്തെ ഭരണകൂടം പ്രഖ്യാപിക്കുന്ന നിലവാരത്തിലേക്ക് അദ്ദേഹം വളർന്നുവെന്നാണ്. അദ്ദേഹത്തെ കാണാൻ രാജാക്കന്മാര് പോലും വന്ന് ക്യൂ നിൽക്കുന്ന സാഹചര്യമുണ്ടായി. വലിയ വലിയ ആളുകൾ അദ്ദേഹത്തിന് സദസ്സിൽ സ്ഥിരം പങ്കെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അന്നത്തെ ഭരണാധികാരിയും 2 മക്കളും കൂടെ അത്വാഇനെ കാണാമെന്ന ചരിത്രം കാണാൻ നമുക്ക്. അത്വാ നിസ്കരിക്കുകയാണ്. അവർ വന്നപ്പോ അവർ വന്ന് കാത്തിരിക്കുകയാണ് അത്വാഇന് നിസ്കാരം കഴിയാൻ വേണ്ടി. നിസ്കാരം കഴിഞ്ഞ് സംശയങ്ങൾ ചോദിക്കാനാ വന്നത്. ആ സംശയങ്ങൾ ചോദിച്ച് മറുപടിയും പറഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഭരണാധികാരി മക്കളോട് നൽകുന്ന ഉപദേശമുണ്ട്. മക്കൾ ലാ തനിയ ഫീ തലബിൽ ഇൽമി, മക്കളെ ദീനു പഠിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ പിറകോട്ട് പോകേണ്ടതില്ല, മടിക്കേണ്ടതില്ല. കാരണം ഒരു അടിമയായ മനുഷ്യൻ, കാണാൻ ഒരു സൗന്ദര്യവുമില്ലാത്ത മനുഷ്യൻ, അയാളുടെ മുന്നിലാണ് ഭരണാധികാരി ഞാനിവിടെ വന്നു നിൽക്കേണ്ടി വന്നത്. അതുകൊണ്ട് അറിവ് തന്നെയാണ് പ്രധാനം, നിങ്ങൾ പഠിക്കണം മക്കളെ എന്ന് മക്കളെ ഉപദേശിക്കുന്ന രാജാവിനെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. സമാനമായ ഒട്ടനവധി സംഭവങ്ങൾ ധാരാളം പണ്ഡിതന്മാരുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ സമാനമായി നമുക്ക് അവിടെ കാണാൻ കഴിയും. ഇമാം ഔഖസ് റഹിമഹുല്ലാഹ് കാണാൻ ഒട്ടും രൂപമില്ലാത്ത വിരൂപനായ മനുഷ്യനായിരുന്നുവെന്നാണ്. അദ്ദേഹത്തിന്റെ ചുമലുകളെല്ലാം ഉള്ളിലേക്ക് കുഴിഞ്ഞ് 2 ഷോൾഡർ പൊങ്ങി ഒരു പിരടിയില്ലാത്ത ഒരു അവസ്ഥയിൽ വിരൂപമായ രൂപത്തിലായിരുന്നു ചെറിയ പ്രായം മുതലേ അദ്ദേഹം ഉണ്ടായിരുന്നത്. ചെറിയ പ്രായത്തിൽ ഉമ്മ നൽകുന്ന ഉപദേശം കാണാൻ, മോനെ നീ എവിടെ ചെന്നാലും ആളുകൾ നിന്നെ പരിഹസിക്കും, നിന്റെ കോലം കണ്ടാൽ ആളുകൾ നിന്നെ കളിയാക്കും, അൻതൽ മദ്ഹൂഖുൽ മസ്ഖൂർ, ഇന്ന ആളുകൾ പരിഹസിക്കുകയും കളിയാക്കി ചിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് നീ ദീന് പഠിച്ചോ, ദീന് പഠിച്ചാൽ പിന്നെ അതിൽ നിന്നും നിനക്ക് പേടിക്കാനില്ല, നീ അതിലേക്ക് അപ്പുറത്തേക്ക് എത്തുമെന്ന് പറയുകയും അദ്ദേഹം ദീന് പഠിക്കുകയും അവസാനം മക്കയിൽ 20 കൊല്ലം ഖാദിയായി സേവനം ചെയ്തിട്ടാണ് അദ്ദേഹം വഫാത്താകുന്നത്. ധാരാളം ശിഷ്യന്മാരുണ്ടായി, ഒരുപാട് സേവനങ്ങൾ ചെയ്തു. ഇന്നും സ്മരിക്കപ്പെടുന്ന മഹാമനുഷ്യനായി അദ്ദേഹം മാറി. ദീനിന്റെ വഴിയിലേക്ക് മക്കളെ വിട്ടാൽ നഷ്ടമില്ല, ലാഭം മാത്രമേ ഉള്ളൂവെന്നർത്ഥം. എന്താണ് ദീൻ പഠിച്ചാൽ കിട്ടാനുള്ളത്? എന്താണ് അറിവ് നേടിയാൽ കിട്ടാനുള്ളത്? അല്ല, അതിനാണ് കിട്ടാനുള്ളത്. അല്ലാഹു തആല പറഞ്ഞ വചനമതാണ്, യർഫഇല്ലാഹു അല്ലദീന ആമനൂ വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. അറിവുള്ള ആളുകളെ അല്ലാഹു തആല ഉയർത്തുമെന്ന് അള്ളയാണ് പറഞ്ഞത്. അതുകൊണ്ട് ആ വഴിയിലേക്ക് നമുക്കും തന്നെ കുറച്ചൊക്കെ ഇറങ്ങാൻ പറ്റണം. ദീൻ നമ്മൾ പഠിക്കണം, അറിവ് നമ്മൾ നേടണം, നമ്മുടെ മക്കൾ ആ വഴിയിൽ ഉണ്ടാകണം. നമ്മുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ ദീൻ അറിയുന്ന ആളുകൾ ഉണ്ടായി വരണം. അത് സാമൂഹ്യ ബാധ്യതയാണ്, ഫർള് കിഫായയാണ്. അത്തരം സംവിധാനങ്ങൾ നടത്തലും അതിനുള്ള സാഹചര്യം ഉണ്ടാക്കലുമൊക്കെ സമൂഹത്തിന്റെ മേൽ കടമയായി പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. ആ വഴിയിലേക്ക് നമ്മുടെയൊക്കെ ശ്രദ്ധ ഉണ്ടാവുക. വായനയിലൂടെ, കേൾവിയിലൂടെയെല്ലാം അറിവ് നേടാനുള്ള പരിശ്രമങ്ങൾ കുറച്ചുകൂടെ നാം വ്യാപകമാക്കുക. ഫിത്നകൾ വ്യാപകമായി വരുമ്പോൾ, അറിവില്ലായ്മ വ്യാപകമായി വരുമ്പോൾ, അറിവുള്ളവരും ഇല്ലാതായിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ചുകൂടെ അറിവിന്റെ കൂടെ സഞ്ചരിക്കാൻ നമ്മളൊക്കെ പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما
إنها ساءت مستقرا ومقاما اللهم ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله